ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 705 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനത്തിന്റെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പ് ക്രിസ്തുമസിന് ഏതാണ്ട് 1 മാസം മുൻപും മാർച്ച് മാസം 25-ാം തീയതിയും നാം ഓരോരുത്തരും ആചരിക്കുന്നു. പ്രിയമുള്ളവരെ, 1-ാം ആദം വിവാഹബന്ധത്തിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 2-ാം ആദമാകുന്ന ക്രിസ്തു വിശുദ്ധയായ കന്യകയിൽ നിന്ന് ശാരീരികമായ പിതാവില്ലാതെ ജഡം ധരിച്ചു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നുള്ളതായ പ്രവചനവും സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ളതായ മുൻ നിശ്ചയവും ഇവിടെ വിശുദ്ധ കന്യക മറിയാമിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. വചനമായ ദൈവം ശരീരം ധരിക്കുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനമാണ് ഈ ദിവസത്തിൽ നാം എല്ലാവരും ധ്യാനിക്കുന്നത്. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖ വന്നിട്ട് മറിയാമിനോട് അറിയിക്കുകയാണ്. തന്നോട് ദൂതറിയിച്ച ഗബ്രിയേലിനോട് ചില കാര്യങ്ങൾ മറിയം ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും ഗബ്രിയേൽ മാലാഖ കൃത്യമായ ഉത്തരവും നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഗബ്രിയേൽ മാലാഖ മറിയാമിനോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. അത് എല്ലാ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ വളരെ പ്രസക്തവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും ഒക്കെ കടന്നു വന്നേക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും കടന്നു വരുമ്പോഴും വിശ്വാസത്തിൽ നാം തളർന്നു പോകുമ്പോഴും സകലത്തിനും മതിയായവനായ ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ഒരു വിചാരം എപ്പോഴും നമ്മിലുണ്ടാകണം. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ഒരു വലിയ ബോധ്യം, പ്രിയമുള്ളവരെ, എന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ കന്യക മറിയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ഗബ്രിയേലിനോട് പറഞ്ഞതുപോലെ, ദൈവമേ, ഞാൻ അവിടുത്തെ ദാസനാകുന്നു, ഞാൻ അവിടുത്തെ ദാസിയാകുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റുപറയുവാൻ സാധിക്കണം. അങ്ങനെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നവരായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, കർത്താവിനെ പിൻപറ്റുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുമായിട്ട് ജീവിക്കുന്നവരാണ്. ഒത്തിരിയേറെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടന്ന് അലയുന്ന അനേകരെയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഒത്തിരി ഭൗതിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളെയും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സമാധാനവും സന്തോഷവുമാണ് എന്നുള്ളത് പലരും മറന്നു പോവുകയാണ്. കർത്താവിനെ പിൻപറ്റുന്നവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവും അത് തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ശുദ്ധമായ ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.